തണുപ്പ് കാലം വന്നാൽ സ്കിന്ന് വല്ലാതെ ഡ്രൈ ആകുന്നു, ചൊറിച്ചിൽ കൂടുന്നു, ചിലപ്പോൾ പൊട്ടിയിട്ട് ചോര വന്ന് മുറിവാകുന്നു. ഇങ്ങനെ ഡ്രൈ സ്കിൻ കാരണം നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള 5 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ യൂനിസ് കൊളശ്ശേരി. തണുത്ത കാലാവസ്ഥയിൽ നമ്മുടെ എയറിലെ ഈർപ്പം കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് ഇത്തരത്തിലുള്ള ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ സ്വാഭാവികമായിട്ടുള്ള എണ്ണമയം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഒന്നാമതായിട്ട് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. കഠിനമായിട്ടുള്ള ചൂടുവെള്ളത്തിൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലെ സ്വാഭാവികമായിട്ടുള്ള എണ്ണമയം നഷ്ടപ്പെടുകയും അത് നമ്മുടെ സ്കിന്നിന് ഡ്രൈനെസ് കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ചെറു ചൂടുവെള്ളത്തിലാണ് നമ്മൾ കുളിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി, നമ്മുടെ റൂമിൽ ഡ്രൈ ആയിട്ടുള്ള എയർ നമ്മുടെ സ്കിന്നിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കിടപ്പുമുറിയിൽ ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിലെ വരൾച്ച കുറയ്ക്കാൻ നമ്മളെ സഹായിക്കും. മൂന്നാമതായി, നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിൽ ചെറിയ നനവ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കാം. ബോഡി ലോഷനേക്കാൾ കട്ടിയുള്ള ക്രീമുകളാണ് തണുപ്പ് കാലത്ത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. നാലാമത്, നമ്മുടെ ചർമ്മത്തിന് പുറത്തൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ഉണ്ടാക്കുന്ന പെട്രോളിയം ജെല്ലി പോലെയുള്ളവ അല്ലെങ്കിൽ ഷിയ ബട്ടർ പോലെയുള്ളവ രാത്രി ഏറ്റവും ഡ്രൈ ആയ ഭാഗങ്ങളിൽ ഉപയോഗിക്കുക. അഞ്ചാമതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തണുപ്പ് കാലത്ത് നമുക്ക് അത്രത്തോളം ദാഹം അനുഭവപ്പെടുന്നില്ല. എന്നിരുന്നാൽ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഈ 5 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തണുപ്പ് കാലത്തും നിങ്ങളുടെ സ്കിന്നിന് വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല ആരോഗ്യമുള്ളതായിട്ടും നമുക്ക് സംരക്ഷണം നിലനിർത്താൻ കഴിയും. ഇത്തരം കാര്യം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഡിസീസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമാണ്. തണുപ്പ് കാലത്ത് ഡ്രൈ സ്കിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക.